അയ്യോ ഓടല്ലേ അപ്പൊ ഈ പറഞ്ഞതൊക്കെ പോയോ? അയ്യോ എന്താ ഓടല്ലേ? അപ്പൊ ഇത്ര നേരം എന്നെ പറഞ്ഞത് മുഴുവൻ പോയോ? കിട്ടിയില്ലേ? എനിക്ക് കളിയാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെറ്റപ്പല്ല എന്റെ സ്വഭാവമാണ് കേട്ടോ. ആ മോർണിംഗ് സ്വന്തം റോസ്റ്റ് ആക്കണം വേണ്ടി ഇരിക്കണ്ടേ? കാരണം ഞാൻ സന്നിധിയിലെ തിരിച്ച് എന്റെ മുഖത്തിലൊക്കെ സംസാരിക്കുന്ന വെള്ളം തൊട്ടിട്ട് ഈ ആളുകൾ ഈ മോർണിംഗ് അയ്യോ അയ്യോ കണ്ടിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അയ്യോ എന്നെ പറഞ്ഞതൊന്നും കിട്ടിയില്ലല്ലോ. അത് റോങ് മൂവ് ആയി പോയി. ആ കലപ്പുണ്ടെങ്കിൽ വേറെ സ്ഥലത്തിലെ മാറിക്കോ. എനിക്ക് മോർണിംഗ് തലവരുന്ന ഞാൻ ചൊറിക്കാൻ വന്നതല്ല, ഞാൻ ഇനിയും ചൊറിയും. ഞാൻ മോർണിംഗിൽ ഇനിയും ചൊറിയും. ഞാൻ ചൊറിക്കാൻ വന്നതല്ല. ഞാൻ ഇനിയും ചൊറിയും. ഞാൻ രണ്ട് ടൈം മീറ്റ് ഇപ്പൊ എന്നെ ഇവിടെ വന്നിട്ടില്ല. അവന് സെറ്റപ്പ സാധനം ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ സെറ്റ് ആക്കുന്നത്. അതന്നെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ ആരല്ലേ എന്റെ മുന്നേ അടുപ്പിന് നീ ഇത്ര പവിത്രമായി കാണുന്ന അടുപ്പിന് സിഗരറ്റ് കത്തിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല. പുള്ളിക്കാരി നീ കണ്ടില്ലേ സിഗരറ്റ് എഴുതി ഇപ്പൊ കത്തിച്ചിട്ട് പോയി. ആ കത്തിച്ച് എനിക്ക് ബിഗ് ബോസ് ലൈറ്റ് കത്തിച്ചില്ല. നിങ്ങൾ അടുപ്പിന് സിഗരറ്റ് കത്തിച്ചാ പാടില്ല. ഇവിടെ ആൾക്കാർ താമസിക്കുന്നതാണ്. അത് പൊട്ടി ഈ 18 പേരുടെ ജീവനാണ് ജീവൻ വെച്ചിട്ട് കളിച്ചത്. 18 പേരുടെ ജീവൻ വെച്ചിട്ട് കളിക്കാൻ പാടില്ല. അടുപ്പിന് സിഗരറ്റ് കത്തിക്കാൻ നിങ്ങൾ അടുപ്പൊന്ന് സിഗരറ്റ് കത്തിക്കാൻ പാടില്ല. അത് പൊട്ടി നിർത്തി പോയാലോ? ഗ്യാസ് പൊട്ടി നിർത്തി പോയാലോ? എനിക്കറിയാലോ. പൊട്ടി നിർത്തി പോയി മനസ്സിലായോ? നാളെ വേണം ചെയ്യരുത്. സിഗരറ്റ് കത്തിക്കണ്ട. That is not my mistake. നമ്മൾ ഗ്യാസ് അല്ലേ അപ്പൊ മറ്റേ അത് ഇതാവും. ഗ്യാസിന് അവൻ നിങ്ങൾ ആരും പ്രവേശിച്ചില്ല. ഇപ്പൊ ഗ്യാസിന് സിഗരറ്റ് കത്തിച്ചാ എത്ര പ്രതികരിക്കണം? ഞങ്ങൾക്ക് കുടുംബുണ്ട്. ഇനി ചെയ്യില്ല. ഒറ്റത്തോടെ പറഞ്ഞ പോരാ. രണ്ടാമത് ചെയ്യാണെങ്കിൽ രണ്ടാമത് ചെയ്യാനുള്ളൂ. താൻ എന്ത് വർത്താനം പറഞ്ഞത്? ഒന്നാമത് ചെയ്യാൻ നമ്മളൊക്കെ ജീവനാണ് പോവാ. ജീവന് താൻ എന്തൊരു പാവൊക്കെ പറയുന്നത്? നമ്മുടെ ജീവൻ വെച്ചോ തമ്മിൽ റെപ്യൂട്ടേഷൻ അല്ലേ ഒരു 5 പേരെ കളി നമ്മൾ ഗസ് ചെയ്യണം. കുഞ്ഞമ്മ. പക്ഷെ ഞാനെന്നെ വിളിക്കണത് ശിവകുമാർ എന്നാണ്. പിന്നെ ഈ ബാക്കിലത്തെ പൂർണ്ണമായിട്ട് പേടിക്കില്ല കേട്ടോ. ഞാൻ ജിമ്മെടുത്തപ്പോ ബസ്സിൽ കയറി പോയതാണ്. പിന്നെ ഈ കുട്ടി എന്നെ കുറെ നേരം നോക്കുന്നു. സോറി ഞാൻ ബുക്കിലാ. ഇപ്പൊ കുട്ടിക്ക് നിർബന്ധം വെച്ചാൽ 333 വിളിച്ചാൽ മതി. എന്റെ ഫോട്ടോ പറ. എന്നാ ഞാനാ വരക്കച്ചക്കര ചോള കണക്കിൽ തുടുത്തൊരു കല്യാണി ഒടകരയിലെ കവടിയാടുമ്പം കണ്ടടിനാനൊരു മിന്നായം കാത്തുളി മുന തോള തുറക്കണം. മൂച്ചയുള്ളൊരു നോട്ടമാ പിടിച്ചിട്ടല്ല പറഞ്ഞിട്ടല്ല. വേല വേണ്ടടി കല്യാണി വരക്കച്ചക്കര ചോള കണക്കിൽ ഒരു കല്യാണി തുടുത്തൊരു കല്യാണി ഒടകരയിലെ കവടിയാടുമ്പം കണ്ടടിനാനൊരു മിന്നായം കാത്തുളി മുന തോള
Rocky boy! मिस्टर बच्चन शहंशाह रिश्ते में तो हम तुम्हारे बाप शाम शहंशाह ബ്രാവോ ബ്രാവോ ബ്രാവോ. ഉച്ചയ്ക്ക് 12:40. ശ്രീരേഖ കൺഫ്യൂഷൻ റൂമിലേക്ക് വരിക. ഞാനൊന്നും ചെയ്തു. ഇത് ഹായ് ബിഗ് ബോസ്. ശ്രീരേഖ ആ, എങ്ങനെയുണ്ട് കൺഫ്യൂഷൻ റൂം? അടിപൊളി. എത്ര വിചാരിച്ചില്ല കേട്ടോ, ഭയങ്കര രസമായിരുന്നു. നിങ്ങളാണ് ഈ കൺഫ്യൂഷൻ റൂമിൽ ആദ്യമായി വരുന്ന വ്യക്തി. ആ, താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു. സൂപ്പർ ആംബിയൻസ്. ഇതെനിക്കുള്ളതാണോ ബിഗ് ബോസ്? ഒരു കടല മിഠായി. മിഠായി നിങ്ങൾക്കുള്ളതാണ്. താങ്ക് യു ബിഗ് ബോസ്, ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചോട്ടെ? കഴിക്കാം. താങ്ക് യു ബിഗ് ബോസ്. നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു ഗോൾഡൻ ബോൾ ഉണ്ട്, ആ, അത് പിടിച്ചു വലിക്കൂ. wow. അതെന്തായിരുന്നു ബിഗ് ബോസ്? ആദ്യമായി കൺഫ്യൂഷൻ റൂമിൽ വരുന്നവർക്കുള്ള പ്രത്യേകതയാണ്. അടിപൊളി സർപ്രൈസ്. താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു. വീട് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര രസമാണ്, ഭയങ്കര പോസിറ്റീവായിട്ടുണ്ട്. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ ബിഗ് ബോസ്. ആദ്യത്തെ കത്താണ്, വായിക്കാം. ഉച്ചയ്ക്ക് 12:45. ടാസ്കിന്റെ പേര് ഹീറോ. വാക്കിനേക്കാൾ മൂർച്ചയുള്ള പദം. മനുഷ്യൻ രഹസ്യമായി കൈക്കലാക്കാൻ കൊതിക്കുന്ന വജ്രായുധം, അതാണ് പവർ. ഇത് നിങ്ങളെ സർവാധികാരിയാക്കുന്നു. ഒരു ലീഡറിനെ ലീഡറാക്കുന്നത് പവറാണ്. ആ പവറിലേക്ക് നിങ്ങളെ നയിക്കാൻ ഒരാൾക്ക് മാത്രമാണ് സാധിക്കുക. അവനാണ് ഹീറോ. ഈ ബിഗ് ബോസ് ഹൗസിലെ നിങ്ങളുടെ ഹീറോ. നിങ്ങൾ 19 പേരിൽ നിന്നും ആരാകും ഈ ബിഗ് ബോസ് ഹൗസിലെ ഹീറോ? ശക്തരായ ലീഡർമാരെ വാർത്തെടുക്കാൻ കെൽപ്പുള്ളവൻ ആരാണ്? നിങ്ങളുടെ പവർ തെളിയിക്കാനുള്ള അവസരമാണിത്. ഒട്ടും വിട്ടുകൊടുക്കാതെ മത്സരിക്കാൻ എത്തിയവൻ നിങ്ങളുടെ ഹീറോയാണ്. അവനാണ് ക്യാപ്റ്റൻ. ഇതിന് നിയമങ്ങൾ. ഗാർഡൻ ഏരിയയിൽ ഒരു ഭാഗത്ത് ചെളി നിറച്ചു വെച്ചിട്ടുണ്ട്. ചെളിയിൽ പന്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. തൊട്ടടുത്ത് നിങ്ങളുടെ പേരെഴുതിയ ബാസ്ക്കറ്റും പച്ച, മഞ്ഞ, ചുവപ്പ് നിറത്തിലുള്ള 3 ലൈറ്റുകളും ഉണ്ടാകും. മത്സരം ആരംഭിക്കാനുള്ള ആദ്യത്തെ ബസർ അടിക്കുമ്പോൾ ചുവപ്പ് ലൈറ്റ് തെളിയും. ആ സമയം നമ്മൾ ചെളിയിൽ ഇറങ്ങാൻ പാടുള്ളതല്ല. പച്ച ലൈറ്റ് തെളിയുമ്പോൾ മാത്രം ചെളിയിൽ നിന്നും പന്തുകൾ ശേഖരിക്കണം. ശേഖരിച്ച പന്തുകൾ നിങ്ങളുടെ പേരെഴുതിയ ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കണം. പച്ച ലൈറ്റ് ചുവപ്പ് നിറമാകുന്നതിന് മുൻപ് മഞ്ഞ ലൈറ്റ് കത്തും. മഞ്ഞ ലൈറ്റ് കത്തുമ്പോൾ ശേഖരിച്ച പന്തുകളുമായി നമ്മൾ ചെളിയിൽ നിന്ന് പുറത്ത് കടക്കണം. ചുവപ്പ് ലൈറ്റ് തെളിയുമ്പോൾ ആരെങ്കിലും ചെളിയിൽ ഉണ്ടെങ്കിൽ അവർ മത്സരത്തിൽ നിന്ന് ഔട്ടാവും. എല്ലാവരും ഒരേ സമയം ഗെയിമിൽ പങ്കെടുക്കേണ്ടതാണ്. രണ്ടാമത്തെ ബസർ അടിക്കുമ്പോൾ മത്സരം അവസാനിക്കും. ആ സമയം ഏറ്റവും കൂടുതൽ പന്ത് കൈവശമുള്ള വ്യക്തിയാണ് ഈ മത്സരത്തിലെ വിജയിയും ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ നമ്മുടെ ക്യാപ്റ്റനും. ഓർക്കുക, പച്ച ലൈറ്റ് തെളിയുമ്പോൾ മാത്രം ചെളിയിലിറങ്ങി പന്തുകൾ ശേഖരിക്കുക. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ഉച്ചയ്ക്ക് 1:20. സമയം കഴിഞ്ഞു. എല്ലാവരും പോഡിയത്തിന് മുന്നിൽ വന്ന് നിൽക്കുക. വളരെ മോശം.
ലജ്ജാകരം. കത്താരും ശരിക്കും വായിച്ചില്ലേ? ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ ചെളിയുള്ളവർ പുറത്താവുമെന്ന് കത്തിൽ പറഞ്ഞിരുന്നു. അത് ആരും ഓർത്തില്ല. സത്യത്തിൽ ഈ റൗണ്ടിൽ എല്ലാവരും ഔട്ടാണ്. ആദ്യത്തെ മത്സരമായതുകൊണ്ടും എൻ്റെ വിശാല മനസ്കത കൊണ്ടും എല്ലാവർക്കും ഒരവസരം കൂടി നൽകുകയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറ, നീ പറ. ഞാൻ കാര്യം പറയട്ടെ? ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ? പറഞ്ഞു പറഞ്ഞു. നാളെ കളി കഴിഞ്ഞിട്ടില്ല, കളി കഴിഞ്ഞിട്ട് അകത്ത് പോയി അലക്കാണോ? കളി കഴിഞ്ഞിട്ട് അകത്ത് പോയി അലക്കാം. നില്ല, വെയിറ്റ് ചെയ്യും. സമയമുണ്ട്. അത് മോശം, അത് മോശം. കളക്ട് ചെയ്ത് ബോളെല്ലാം ഇയാൾക്ക് കൊടുത്തെന്നാണ്. കാരണം ഞാൻ പറയാം ഞാൻ സീരിയസ്ലി കണ്ടില്ല. പക്ഷേ നോറെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നു, നീ കണ്ടാ നീ മനസ്സിൽ വെച്ചോ, പുറത്ത് പറയണ്ടെന്ന്. ബീവിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BBC-ക്ക് വളരെ മോശമായ മനസ്സിലാക്കണോ? ഇത് ബിഗ് ബോസ് ഗെയിമാണോ? ബുദ്ധിമുട്ട് കളിക്കുക. യൂസ് യുവർ ബ്രെയിൻ മാൻ. യൂസ് യുവർ ബ്രെയിൻ. യൂസ് യുവർ ബ്രെയിൻ. യൂസ് യുവർ ബ്രെയിൻ. യൂസ് യുവർ ബ്രെയിൻ. കാണാം. നീ പോടാ. എന്താണ് ബിഗ് ബോസ്? എന്താണ് ബിഗ് ബോസ്? അറിഞ്ഞിരിക്കണേ. കൈ വെച്ചാൽ മതി കേട്ടാ. നീ പോയി കൈ വെച്ചാൽ മതി. ഇപ്പൊ നീ കൈ വെച്ചാൽ മതി. നീ കൈ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഗെയിമർ ഫെയർ പ്ലേ പോയി നിന്ന് അവിടെ നിൽക്കാൻ ഹലോ എന്താ ഇത്? ഉച്ചയ്ക്ക് 1:40. പവർ റൂമിൽ ആ ഒരു പവർ ഉപയോഗിക്കാൻ പറ്റുന്നത് ക്യാപ്റ്റനാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാണ് ക്യാപ്റ്റൻ എന്നുണ്ടെങ്കിൽ ആ പവർ നമുക്ക് ഇത് ഇനിഷ്യൽ പവറാണ്. ഓക്കെ, ഇത് ഈ ഒരു പവർ അനുസരിച്ചാണ് നമുക്ക് നാളെ ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒബിയസ്ലി നമ്മുടെ കൂടെയുള്ള ആൾ പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്കാണ് എന്തെങ്കിലും വിടാൻ പോകുന്നത്. കാരണം ഈ ഒരാഴ്ചത്തെ പവർ റൂം വെച്ചിട്ട് നമുക്ക് 100 days വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശ്രദ്ധിക്കുക. തീരുമാനിക്കുക. ഇൻഡിവിജ്വൽ കളിക്കണം. ബസർ കേൾക്കുമ്പോൾ എല്ലാവരും പോഡിയത്തിന് മുന്നിൽ വന്നു നിൽക്കുക. നോക്കില്ല. ഈ റൗണ്ട് അവസാനിക്കുമ്പോൾ ചുവപ്പ് ലൈറ്റ് കത്തിയപ്പോൾ ചെളിയിലുണ്ടായിരുന്ന എല്ലാവരും മത്സരത്തിൽ നിന്ന് പുറത്താണ്. ബാക്കിയുള്ളവർ അടുത്ത റൗണ്ടിന് തയ്യാറെടുക്കുക. എന്റെ കാല് പോയി. ഇതിനടി
വീണാടി എന്നാ പറ്റി? ഏ? അയ്യോ അതെ എണീക്ക്, പോ, 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 പോ. ശരി എടുത്തു വെച്ചു നേതാവ് റിതേഷ് രാവിലെ മുതൽ ഷണ്ട് കൂടിയുണ്ട്. ഇപ്പൊ നേതാവ് മറ്റേ റോക്കി മാത്രം ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വിചാരത്തിന്റെ ബിഗ് ബോസിന്റെ ഈ പാർലമെന്റിൽ എന്താ പ്രശ്നം ഇതിൽ കൂടുതൽ ആയിപ്പോണത്? ശരിയല്ലെന്നാണ് ജാസ്മിനും മറ്റേ കുട്ടിയും പറയുന്നത്. മറ്റേ കുട്ടി നോറയും പറയുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞു, പക്ഷേ ഓക്കെയാണ്. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അത്യാവശ്യം ബോറാണ്. സമാചാർ സമാപ്ത് സുരേഷ് റിപ്പോർട്ടിംഗ് ഫ്രം ബിഗ് ബോസ് 6 മലയാളം സീസൺ 6. താങ്ക് യു വെരി മച്ച്. ഒന്നാം ദിവസം ഉച്ചയ്ക്ക് 2:50. അർജുൻ, ശ്രീരേഖ, സിജു, റോക്കി എന്നിവർ മാത്രമാണ് ചുവന്ന ലൈറ്റ് എത്തിയപ്പോൾ പുറത്തുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞ 4 പേർ ഒഴികെ ബാക്കി എല്ലാവരും സ്വാഭാവികമായും ഈ മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു. 4 പേർ തയ്യാറാവില്ല. ഞാൻ ഇൻഡിവിജ്വലാ കളിക്കണേ. ഞാനൊരു ഗ്രൂപ്പിലും ഇല്ല. കണ്ടോടെ ആരുടെ കൈവശമാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ ഉള്ളതെന്ന് എണ്ണി പറയും. 2, 4, 6, 8, 10, 11, 12, 13, 14. I'm giving my goal to Arjun.